നിങ്ങളായാലും വാടകയ്ക്ക് വീട് കൊടുക്കുന്ന ഒരാളാണ് എങ്കിൽ അങ്ങനെ വീട് കൊടുക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കും പണി കിട്ടും. വാടക വീട്ടിൽ നടക്കുന്നത് ഉടമ അറിയണം. വാടക കെട്ടിടത്തിൽ നിന്ന് ലഹരി പിടികൂടിയാൽ ഉടമകളും പ്രതികളാകും. വാടക കെട്ടിടത്തിൽ നിന്ന് ലഹരി പിടികൂടിയാൽ ഉടമകളും പ്രതികളാകും. എക്സൈസിന്റെ കർശന മുന്നറിയിപ്പ്. ഇപ്പൊ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് പോലും പണി കിട്ടുന്ന രീതിയിലുള്ളൊരു നടപടിയല്ല, പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ ഇതിപ്പോ ജീവിതമാർഗത്തിന് വേണ്ടി ചിലർ വീട് വാടക കൊടുക്കും. ആ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർ എങ്ങനത്തെ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് അവരെങ്ങനെയാണ് എന്താ പറയാ പ്രതികളാകണത്? കാരണം നമുക്ക് എങ്ങനെ ഒരാള് വീട് താമസിക്കാൻ വരുമ്പോ നമുക്ക് അയാളുടെ ചരിത്രവും അയാളുടെ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പക്ഷെ എങ്കിലും നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഒരാൾ വീട് താമസിക്കാൻ നേരം നമുക്ക് ആ വീട്ടിലേക്ക് ഇടിച്ച് കയറി അവരുടെ എത്തി നോക്കലും മുളിഞ്ഞു നോക്കലും അങ്ങനത്തെ പരിപാടിയൊന്നും സത്യം പറഞ്ഞെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ നമ്മൾ ചെയ്യണം മറ്റൊരാളുടെ അതിനകത്തേക്ക് ഇടിച്ചു കയറണം? അപ്പോ ഈ നിയമം നല്ലതാണ്, പക്ഷെ എന്നാ കുറെ പേർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നൊരു സാധനം കൂടിയാണ്. കാരണം വാടക കെട്ടിടത്തിൽ നിന്ന്, കാരണം ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി ഒരു മാർഗത്തിന് വേണ്ടി വീടൊക്കെ വാടക കൊടുക്കുന്നതാണ്. അപ്പോ ആ വീട്ടിലേക്ക് പറഞ്ഞ പോലെ നമുക്ക് ആരുടെയും ചരിത്രവും ചെക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെ വാടകയ്ക്ക് വീട് കൊടുക്കുന്നവര് ഒന്ന് കുറച്ച് സൂക്ഷിക്കുക. നിങ്ങൾ ശരിക്കും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാത്ര അന്വേഷിച്ചിട്ട് പിടിച്ചിട്ട് കാര്യത്തിൽ മാത്രം വീട് നൽകുക. അല്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ മാത്രം.